ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളി ഒരു കിടുക്കാച്ചി ബ്യൂട്ടി ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. എളുപ്പത്തിന് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കിടിലൻ ടിപ്പാണ് കേട്ടോ. അപ്പോഴേ നല്ല മഴക്കോളുണ്ട് കേട്ടോ, ആവി എടുത്തിട്ട് വയ്യ. അപ്പോഴേ രണ്ട് സാധനങ്ങൾ മാത്രം മതി കേട്ടോ നമുക്കിതിന്. അപ്പോഴേ ഞാൻ ഇത് വെച്ചു, വേറെ ഇതും പിന്നെ അതിൻ്റെ കൂടെ വേറെ ഓരോന്നും വെച്ച് ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോഴിത് നിങ്ങളെ ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോഴേ എളുപ്പത്തിന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കൂട്ടാണിത് കേട്ടോ. അപ്പോൾ നമ്മളെന്നും പാലൊക്കെ വാങ്ങിക്കും നമ്മുടെ വീടുകളിലെ. ആ പാലൊക്കെ വാങ്ങിച്ച് രാവിലെ നമ്മൾ പാലൊക്കെ കാച്ചി വയ്ക്കത്തില്ലേ, പാലൊക്കെ കാച്ചി വയ്ക്കുമ്പോൾ അതിനകത്ത് മുകളിൽ പാൽപ്പാടയുണ്ട്. ആ പാൽപ്പാടയും വെച്ചാണ് നമ്മൾ ഇന്നും നമ്മുടെ ടിപ്പ് ചെയ്ത് കാണിക്കാൻ പോകുന്നത് കേട്ടോ. ആ പാൽപ്പാടയുടെ കൂടെ നമ്മൾ മിക്സ് ചെയ്യേണ്ട കാര്യം എന്താണ്? പഴമൊക്കെ കാണുമല്ലോ വീടുകളിൽ, ചെറുപഴമൊക്കെ കാണുമല്ലോ കേട്ടോ. അപ്പോഴേ അതിനകത്തുനിന്ന് ഒരു ഇച്ചിരി എടുത്ത് നമ്മൾ നന്നായിട്ട് അത് ഒരെണ്ണമൊന്നും നമ്മൾ നമ്മുടെ ചെറിയ ജാറിനകത്തിട്ട് അരച്ചറിയത്തും ഒന്നുമില്ല. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ചാൽ എങ്ങനെയാണെന്നറിയാമോ? സ്റ്റീലിൻ്റെ അരിപ്പയുണ്ടല്ലോ, സ്റ്റീലിൻ്റെ അരിപ്പയ്ക്കകത്തോട്ടൊരു കുഞ്ഞു പഴം, ഒരെണ്ണമൊന്നും വേണ്ട കേട്ടോ, കുറച്ചങ്ങോട്ട് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് അമർത്തി ഒന്ന് എടുക്കുമ്പോൾ ഉണ്ടല്ലോ, ദേ ഇതിൻ്റെ അടിഭാഗത്തൂടെ നമുക്ക് നന്നായിട്ട് കിട്ടും അതിൻ്റെ പേസ്റ്റ് കേട്ടോ, പഴത്തിൻ്റെ പേസ്റ്റ്. അപ്പോഴതാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പോഴും ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നു എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ കേട്ടോ. അങ്ങനെയാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ ഒരു ചെറുപഴമായിട്ടൊന്നും നമ്മുടെ ജാറിനകത്ത് അരഞ്ഞൊന്നും കിട്ടത്തില്ല, അല്ലെങ്കിൽ പിന്നെ ഒത്തിരിയേറെ നമ്മളിട്ട് അടിച്ചാൽ നന്നായിട്ട് നമുക്ക് അരഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോഴതും നമുക്ക് പാൽപ്പാടയും കൂടാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ദേ പഴം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അങ്ങനെ എടുത്തു വെച്ചതാണ്. പിന്നെ പാൽപ്പാടയും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് മിക്സ് ചെയ്ത് നമുക്ക് മുഖത്തിടാം കേട്ടോ. അപ്പോൾ പാല് വേണ്ട, പാൽപ്പാട മുകളിൽ കിടക്കുന്ന ആ പാട മാത്രമാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പാൽപ്പാട സുപ്പു ഇന്ന് ബ്യൂട്ടി ടിപ്പ് ചെയ്യാൻ വേണ്ടി എടുത്തേക്കുന്നു. ഇന്ന് നമ്മുടെ നെയ്യ് എടുക്കാൻ എടുത്തില്ല. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് കൈവച്ചോ സ്പൂൺ വെച്ചോ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യും കേട്ടോ. മിക്സ് ചെയ്ത് നമ്മുടെ മുഖത്തില്ല, അല്ലാതെ പഴം ഞെരടിയാലും കുഴപ്പമില്ല കേട്ടോ, കുഴപ്പമില്ല. നിങ്ങൾക്ക് എങ്ങനെയാ സൗകര്യം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തോളൂ കേട്ടോ. ഞാനിപ്പോൾ എനിക്ക് ഈ ഒരു എൻ്റെ ബുദ്ധി തോന്നിയ ഒരു ഇതാണ് കേട്ടോ, മറ്റേ ജാറിനകത്തിട്ട് നമുക്കത് പാടാണ്. അപ്പോഴിങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് മുഖത്തിടാൻ കേട്ടോ. നമുക്ക് നല്ല കളറ് കിട്ടും മുഖത്ത്. പിന്നെ ഇനിയിപ്പം ചൂട് കാലമാണ്, നമ്മുടെ മുഖമൊക്കെ ഒന്ന് തണുപ്പിക്കാനും. പഴമൊക്കെ നമ്മുടെ ഉള്ളിലോട്ട് നമ്മൾ കഴിക്കുന്നില്ല, അപ്പോഴും തന്നെ നമ്മുടെ മുഖത്ത് നമുക്ക് ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. മുഖത്തെ ഈ ചുളിവുകൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ ഈ നെറ്റിൽ ഒത്തിരി ചുളിവുണ്ടായിരുന്നു. ഇങ്ങനെ നമ്മൾ ഓരോ പായ്ക്കൊക്കെ ഇട്ട് ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ. അതെല്ലാവരും ചെയ്ത് നോക്കണം. നമ്മുടെ മുഖത്തിന് നല്ല കളറ് കിട്ടാനും വെയിലത്തൊക്കെ പോയിട്ട് ഓടിയൊന്ന് നിങ്ങൾ ഒരു ചെറുപഴവും ഇച്ചിരി പാൽപ്പാടയും രാവിലെ കാച്ചി വെച്ചിട്ട് പോകണം. അന്നേരത്തേക്ക് നമുക്ക് ഈ പാൽപ്പാട കിട്ടുമല്ലോ കേട്ടോ. അന്നേരം ആ പാൽപ്പാട എടുത്ത് ഇച്ചിരി ഇതേപോലെ ചെറുപഴവോ ഏത്തപ്പഴമാണെങ്കിൽ നമുക്ക് അരച്ച് തന്നെ എടുക്കാം. അതും ഇങ്ങനെ ചെയ്തെടുക്കാൻ തോന്നും കേട്ടോ. ഞാൻ ചെറുപഴത്തിനകത്താണ് എപ്പോഴും ചെയ്യുന്നത്. അതെടുത്ത് ഇങ്ങനെ നമുക്കങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പാൽപ്പാട വെറുതെ ആണെങ്കിലും നമുക്ക് തേക്കാം കേട്ടോ, നമ്മുടെ മുഖത്ത് ഇട്ടാൽ നല്ലതാണ്. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഇതൊരു എളുപ്പപ്പണിയാണ് കേട്ടോ. ഈ പാൽപ്പാടയും പഴവും ഒരു എളുപ്പ വിദ്യയാണ്, നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ ഇനിയിപ്പോൾ എളുപ്പം വെളുക്കുന്നില്ല എന്ന് പറഞ്ഞ് ആരും കരയൊന്നും വേണ്ട. എളുപ്പം വെളുക്കാനുള്ള ഒരു സൂത്രപ്പണിയാണ്. ഒരു പ്രാവശ്യം ദേ രാവിലെ ഇട്ട ഉച്ചയ്ക്ക് വെളുക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലേ മക്കളെ കേട്ടോ, നടക്കുന്ന കാര്യമല്ല. എന്നിട്ട് പറയണ ആ പൊട്ടി കാളി പറയുക രാവിലെ തേച്ചിട്ട് ഉച്ചയാകുമ്പോഴത്തേന് വെളുക്കുമെന്ന്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞതിന് അർത്ഥം കേട്ടോ. തുടരെ ഏത് പായ്ക്ക് തന്നെയാണേലും നമ്മൾ തുടരെ ഇട്ട് നോക്കണം കേട്ടോ. തുടരെ ഇട്ട് ഒക്കെ വന്നാൽ നമുക്ക് നല്ല വ്യത്യാസം കിട്ടും കേട്ടോ. മുഖക്കുരു മാറാനും ഒക്കെ നല്ലതായത് കേട്ടോ. മുഖക്കുരു
എന്താ ഈ മുഖക്കുരു വന്ന പാടുകൾ മാറാനും ഒക്കെ നല്ലതാണ് കേട്ടോ. കുറച്ചും കൂടെ നമുക്ക് ഇതിനകത്തുണ്ടല്ലോ പഴത്തിൻ്റെ ഇതുണ്ട് കേട്ടോ. നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ ഈ പറയുന്ന എളുപ്പ പണികളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ചില കൂട്ടുകാർ പറയുന്നുണ്ട് ചെയ്യുന്നെന്ന്. ചിലർക്ക് ചില പായ്ക്കൾ അതവർക്ക് നല്ല കിടുക്കാച്ച് റിസൾട്ട് കിട്ടും കേട്ടോ. അത് എപ്പോൾ എന്തോ ചെയ്താലും ഈ സുപ്പുവിനെ ഒന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ടൊക്കെ ചെയ്യണം നിങ്ങൾ കേട്ടോ. അപ്പോഴും നിങ്ങൾക്ക് നല്ല കിടിലൻ റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ. ഈ ഗുരുവിനെ ഒന്ന് ഓർമ്മിക്കണം കേട്ടോ. എന്നിട്ട് വേണം ഏത് തരം പായ്ക്കൾ ഞാൻ കാണിച്ചു തരുന്ന പായ്ക്കുകളൊക്കെ ആണെങ്കിൽ എന്നെ ഒന്ന് മനസ്സിൽ ഒന്ന് വിചാരിച്ചിട്ടൊക്കെ നിങ്ങൾ ചെയ്തോളൂ. നല്ല കിടിലൻ റിസൾട്ട് നമുക്ക് കിട്ടിയിരിക്കും കേട്ടോ. നല്ല തണുപ്പാണ് പഴമൊക്കെ. പഴം തന്നെയാണ് നമ്മുടെ മുടിയിലും ഇടും. ചേച്ചിമാരൊക്കെ മുടിയിലൊക്കെ ഇട്ട്. ഇന്ന് പിന്നെ ഞാൻ തലയിൽ നമ്മുടെ ആ പനിയും ഇതൊക്കെ വന്നു കഴിഞ്ഞ് തണുപ്പ് ഞാനൊന്നും എൻ്റെ മുടിയിലോട്ട് ഞാൻ കൊടുക്കുന്നതേ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഒന്ന് മുൾസി അടിച്ചു തലയെ പരട്ടി കേട്ടോ. ഒത്തിരി ദിവസമായി, എനിക്ക് 1 മാസമായില്ലേ പനിയൊക്കെ വന്നിട്ട്. അപ്പോഴും നല്ലോണം ഇനി സൂക്ഷിക്കണമല്ലോ നമുക്ക് തണുപ്പൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ തലയിലെ മുട്ടയൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് കുളിച്ചിട്ടൊക്കെ വന്നാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്കൊരു 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കാണാം കേട്ടോ. ഇങ്ങനെ ഇരിക്കട്ടെ. നിങ്ങൾ ഇട്ട് നോക്കണം കേട്ടോ. ഓടിപ്പോയി ഇട്ടോളൂ. ആൾക്കാടെയും 15 മിനിറ്റ് ഇങ്ങനെ ഇരുന്നിട്ട് നമുക്ക് തുടച്ച് മാറ്റാം കേട്ടോ. കഴുത്തിലോട്ട് ഇട്ടിട്ടില്ല കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ കഴുത്തിന് കൂടെ ഇടണേ കേട്ടോ. അങ്ങനെ നമ്മുടെ പായ്ക്കൊക്കെ ഇട്ട് ഒരു 15 മിനിറ്റായി. 15 മിനിറ്റ് ആയപ്പോഴത്തേന് നമ്മുടെ മുഖത്തൊക്കെ സെറ്റായി കേട്ടോ. ഇനി ഞാൻ ഇത് കഴുകിക്കൊണ്ടുവരാം കേട്ടോ. നന്നായിട്ട് കഴുകണം. പഴമൊക്കെ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് കഴുകിക്കൊണ്ടുവരാം കേട്ടോ. നമുക്ക് അന്നേരം മനസ്സിലാവും ഇതിൻ്റെ റിസൾട്ട് കേട്ടോ. ചുണ്ടത്തൊക്കെ ആയെന്ന് തോന്നുന്നു. അപ്പോഴിതാ നമ്മൾ കഴുകിയിട്ട് 1-2 സൈഡിലൊക്കെ ആവും കേട്ടോ. അതൊക്കെ നിങ്ങൾ നന്നായിട്ട് കഴുകി മാറ്റണം. നമുക്ക് നല്ല കിടുക്കാച്ച് റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത്. സോഫ്റ്റ് ആവും കേട്ടോ. നമ്മുടെ സ്കിന്ന് സോഫ്റ്റ് ആവും. ആ നെയ്യൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആ പഴമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആവും. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നു കേട്ടോ. നല്ല കളഞ്ഞു കിട്ടിയ കണ്ണട കേട്ടോ. കാറിൻ്റെ അങ്ങനെ ഏതോ കാറിൻ്റെ കണ്ണട കേട്ടോ ഞങ്ങൾക്ക് കളഞ്ഞു കിട്ടിയതാണ്. അവിടെ നല്ല നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. നല്ല കളർ കിട്ടും. നേരത്തെയുള്ള കളറിനെക്കാട്ടിലും നന്നായിട്ട് നമുക്ക് കളർ കിട്ടും കേട്ടോ. ഇവിടേക്ക് ഇരിപ്പോണ്ട് പിള്ളേരെ ഞാൻ വെപ്രാളത്തിനെ സന്തോഷം കൊണ്ട് നമുക്ക് ഇരിക്കാനും നിൽക്കാനും തോന്നത്തില്ല. ഇങ്ങനെയൊക്കെ നമുക്ക് കിട്ടും, റിസൾട്ട് കിട്ടും കേട്ടോ. അടിപൊളി റിസൾട്ടാണ്. അപ്പോഴും നിങ്ങളും ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ ഇവിടെ ചെയ്യുന്നതാണല്ലോ. അപ്പോഴും നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. കിടു റിസൾട്ട്. ഈ ഉണക്ക സമയത്തൊക്കെ നമുക്ക് ഇതൊക്കെ ചെയ്യാം കേട്ടോ. നമ്മുടെ മുഖമൊക്കെ സുന്ദരമാക്കാം നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കേട്ടോ. ഞാൻ തന്നെ പുകഴ്ത്തുകയാണ് എൻ്റെ മുഖം നോക്കി കേട്ടോ. നമ്മൾ ഈ ലൈറ്റിൻ്റെ ഇത് നമ്മൾ ഇവിടെ തന്നെ ആയിരുന്നു കേട്ടോ എല്ലാം ചെയ്യുന്നത്. നമ്മൾ ലൈറ്റിൻ്റെ ഒരു പരിപാടിയേ ഇല്ല. നമ്മൾ കളർ കൂട്ടിയിടാനൊന്നും നമ്മൾ ശ്രമിക്കുന്നില്ല. നമ്മൾ ഉള്ള വെട്ടത്ത് നമ്മുടെ സൂര്യൻ ചേട്ടൻ അവിടെ തിളങ്ങി നിൽക്കുമല്ലേ, ആ ഉള്ള പ്രകാശത്താണ് നമ്മളിവിടെ ഇരുന്ന് തിളങ്ങുന്നത്. അല്ലാതെ എനിക്കകത്ത് സത്യം പറഞ്ഞാൽ ലൈറ്റൊന്നുമില്ല. വെട്ടം നന്നായിട്ട് കിട്ടത്തില്ല. ഇവിടെ ആകുമ്പോൾ നമുക്ക് വെട്ടം കിട്ടും. ഉള്ള വെട്ടത്ത് നമ്മളിരുന്ന് നമ്മുടെ വീഡിയോ ചെയ്യുന്ന കേട്ടോ. നല്ല റിസൾട്ടാണ് കേട്ടോ. നിങ്ങളും ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്ത് നോക്കി എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ നമ്മുടെ പൊട്ടൊന്നും ഇട്ടില്ലല്ലോ. പൊട്ടെന്തിയെ എപ്പം പൊട്ടിട്ടാലും അത് നേരെ അല്ലായിരിക്കും. അപ്പോഴും നമ്മൾ പൊട്ടൊക്കെ ഇട്ടു. നല്ല കിടിലൻ ടിപ്പാണ് കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോഴിന്ന് ചെറുപഴവും പാൽപ്പാടയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഓടിപ്പോയി എല്ലാവരും ചെയ്തോളൂ കേട്ടോ. വൈകിട്ടോ രാവിലെയോ ഒക്കെ നമുക്കിത് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇത് ചെയ്തിട്ട് നമ്മൾ വെയിലത്തൊന്നും ചെന്ന് നിൽക്കല്ലേ പ്ലീസ്
കേട്ടോ. അപ്പോൾ രാവിലെയോ വൈകിട്ടോ ഒക്കെ അല്ലെങ്കിൽ യാത്രയൊക്കെ പോയിട്ട് വന്ന് നമുക്കിത് ചെയ്യാം കേട്ടോ. ആ കരിവാളിപ്പും ഒക്കെ മാറിക്കിട്ടും. മുഖത്ത് നമ്മൾ തുടർച്ചയായിട്ട് ഒരു ആഴ്ചയിലൊക്കെ 2-3 പ്രാവശ്യമൊക്കെ ആയിട്ട് ചെയ്താലുണ്ടല്ലോ നമ്മൾ എന്താ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവും, നല്ല കളറും കിട്ടും കേട്ടോ. അയ്യോ നല്ല സോഫ്റ്റായി. എൻ്റെ മോനാണ് എന്നെ കൂടുതലും കവള് വന്ന് പിടിക്കുന്നത് കേട്ടോ. അവനിങ്ങനെ ചുമ്മാ ഇടയ്ക്കിടയ്ക്ക് വന്ന് അവൻ ഇങ്ങനെ കവളെ പിടിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കിടുക്കാച്ചി ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ പറയണം. പിന്നെ ആദ്യമായി എന്നെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണേ കേട്ടോ. ഈ സുപ്പുവിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം. എല്ലാവരും ചെയ്ത് നോക്കണേ കേട്ടോ. കിട്ടിലും ടിപ്പാണ് കേട്ടോ. എളുപ്പം വേഗത്തിന് നമുക്ക് ചെയ്യാൻ പറ്റി, വേഗത്തിന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു കിടു ടിപ്പാണ് ചെയ്ത് കാണിച്ചേക്കുന്നത് കേട്ടോ.